ഞാൻ രാജീവേട്ടൻ്റെ പടം ചെയ്തതിന് ഏറ്റവും ഹാപ്പി ഫഹദാണ്. ഏറ്റവും ഹാപ്പിയും എന്നെ ഏറ്റവും എൻകറേജ് ചെയ്തതും ഫഹദ് തന്നെയാണ്. ഫഹദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ സക്സസിനെ കുറിച്ച് പറയേണ്ട, നീ ഇപ്പോഴും ഭയങ്കര യങ് ആണ്, സക്സസ് ഒക്കെ ഒരു 30 കഴിഞ്ഞ് നോക്കിയാൽ മതി. ഇപ്പം നീ എന്ത് ചെയ്താലും എൻജോയ് ചെയ്ത് ചെയ്യണം. അത് എൻഡ് ഓഫ് ദ ഡേ നീ ഹാപ്പി ആയിരിക്കണം, അതായിരിക്കണം നിൻ്റെ ഇപ്പോഴത്തെ എയിം. മണി ഫെയിം എന്നുള്ള അത് പയ്യെ വന്നോളും, അതിന് നീ ഇപ്പോഴേ വർക്ക് ചെയ്ത് തുടങ്ങുമൊന്നും വേണ്ട. ഇപ്പം എന്ത് ചെയ്താലും ഹാപ്പി ആയിട്ട് ചെയ്യുക. കിടന്നുറങ്ങാൻ പോകുമ്പോൾ നീ സന്തോഷമായിരിക്കണം, അത്രേ ഇപ്പം നോക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. നമ്മുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ അങ്ങനെ ഒരിക്കലും കാണില്ല. ഇത് ആക്ച്വലി ഫഹദിൻ്റെ ഇനിഷ്യൽ എയിം ഡയറക്ടർ ആണായിട്ടായിരുന്നു. ഫഹദ് എന്നിട്ട് ആക്ടിങ്ങിലേക്ക് വന്നതായിരുന്നു. ഫഹദ് ഡെഫിനറ്റ്ലി ഒരു പടം ഡയറക്റ്റും ചെയ്യും. ഇനി എന്നെ സംബന്ധിച്ച് എന്നെ എക്സൈറ്റ് ചെയ്ത സിനിമ ആസ് എ ഹോളാണ്. ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇപ്പോൾ ആക്ടിങ് അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ തന്നെ കാണും, ഞാൻ വേറെ എവിടെയും കാണില്ല. സിനിമ തന്നെയായിരിക്കും എൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ആക്ടിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷനോ ഡയറക്ഷനോ എഡിറ്റിങ്ങോ എന്തെങ്കിലുമൊക്കെ ആവും. ഇപ്പോഴും എനിക്ക് ആക്ടിങ്ങിൽ തന്നെ നിർത്തണം എന്നില്ല. ഇപ്പം എൻ്റെ ഇമീഡിയറ്റ് എയിം എന്ന് പറഞ്ഞാൽ, ഒരു ഇമീഡിയറ്റ് ഡ്രീം എന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണം. എനിക്ക് നല്ല നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഡയറക്ഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷെ അതൊരു കുറച്ച് ലോങ് ടേം ഡ്രീമാണ്. അത് കുറച്ച് റെസ്പോൺസിബിലിറ്റിയും കുറേ ടൈമും ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു ജോബായതുകൊണ്ട് ഡയറക്ഷൻ എനിക്ക് ഇഷ്ടമാണ്, താല്പര്യമുണ്ട്, പക്ഷേ അത് കുറച്ച് ഡിസ്റ്റൻ്റ് ആയിരിക്കും. കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടേ ഞാൻ ചെയ്യുള്ളൂ. ഇപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണമെന്നുണ്ട്. ഡെഫിനറ്റ്ലി ടീം വർക്കാണ് സിനിമയുടെ വെച്ച്. ഇപ്പം ഞാൻ സ്റ്റീവ് ലൂപ്പസ് എന്ന സിനിമ എടുത്താലും ഇവർ പൂനെയിൽ എല്ലാവരും കൂടെ പഠിച്ച് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് കളക്റ്റീവ് ഫേസ് തന്നെ എല്ലാം ഫ്രണ്ട്സാണ്. പിന്നെ അത് വർക്ക് ചെയ്യുന്ന എല്ലാവരും ഫ്രണ്ട്സാണ്. ടീം വർക്ക് തന്നെയാണ്. പക്ഷേ എനിക്ക് വാപ്പയോടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എനിക്കിങ്ങനെ പറയാനുള്ളൊരു അവകാശം എനിക്ക് തന്നിട്ടുണ്ട് വാപ്പ. അതുകൊണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാം, വാപ്പ ഇന്ന ആളെ ഈ ജോലി ഏൽപ്പിക്കാം എന്നെനിക്ക് സജസ്റ്റ് ചെയ്യാം. വാപ്പ ഒരിക്കലും അത് വേണ്ടാന്ന് പറയില്ല. ഫഹദ് ആണെങ്കിലും എനിക്ക് വാപ്പനേക്കാളും കൂടുതൽ എനിക്ക് ഫഹദിനോട് സംസാരിക്കാം. എന്ത് വേണമെങ്കിലും എനിക്ക് ഫഹദിനോട് സംസാരിക്കാം, ഫഹദിന് എന്നോട് സംസാരിക്കാം. അതുകൊണ്ട് അതൊരു ഇഷ്യൂ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സിനിമ ചെയ്യുമ്പം ഫാമിലി വേറെ സിനിമ വേറെ, ആ ഒരു മെൻറ്റാലിറ്റിയിൽ കാണാൻ പറ്റും നമുക്ക്. ഇപ്പം ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്, ആർക്കും എന്തും പറയാം. പക്ഷെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഫ്രീഡമാണ് അത് പറയേണ്ടത്. പക്ഷേ ഇത് പേഴ്സണൽ ചോയ്സ് ആട്ടോ. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് വെച്ചിട്ട് നമ്മളൊരു വർക്ക് ചെയ്യുമ്പം അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു, കുഴപ്പമില്ല. ചിലർ കാണാതെ തന്നെ പോസ്റ്റേഴ്സ് വരുമ്പം തന്നെ അതിനെ ചീത്ത വിളിച്ചു തുടങ്ങും, മോശം പറഞ്ഞു തുടങ്ങും. കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ ഫൈൻ, പൊട്ടപ്പടമായിരുന്നോ കൊള്ളത്തിലായിരുന്നു എന്തും പറയാം. അപ്പോൾ ആ ഒരു മിനിമം റെസ്പെക്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഞാനാണ്. ആ പടം കണ്ടിട്ട് വിലയിരുത്തിക്കും, കാണാതെ അതിന് നെഗറ്റിവിറ്റി കൊടുക്കില്ല എന്നുള്ളൊരാഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ഇത് പ്രൊമോഷൻ ചെയ്ത ഓൾമോങ്ക് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ശ്രീജിത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. ശ്രീജിത്താണ് ഇത് വർക്കൗട്ട് ചെയ്ത് രാജീവേട്ടനെ കാണിക്കുന്നത്. ഫൈനൽ ഡിസിഷൻ രാജീവേട്ടൻ തന്നെ, പക്ഷേ ഇത് വർക്ക് ചെയ്യുന്ന ശ്രീജിത്താണ്. രാജീവേട്ടനെ കണ്ടപ്പോഴും ഭയങ്കര ഒരു ഫ്രഷ് ആയിട്ട് തോന്നി, എന്തോ ഒരു ക്യാച്ചി എലമെൻ്റ് അതിൻ്റെ അകത്ത് തോന്നി. അപ്പോൾ രാജീവേട്ടൻ പറഞ്ഞു ഇങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതി, ഇങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞു. ശ്രീജിത്താണ് അത് കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ പടം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും സാറ്റലൈറ്റ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ പടം ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഈ റിലീസ് സമയത്ത് തന്നെ കുറേ വലിയ പടങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ സിനിമയാണിത്. അപ്പോൾ ഈ പടത്തിൻ്റെ ഒബ്ജക്റ്റീവ് ഒരിക്കലും ഒരു മണി മേക്കിംഗ് അല്ലായിരുന്നു. വെരി ലോ ബഡ്ജറ്റ് പടമാണ്. നല്ലൊരു സിനിമ ജെനുവിൻലി ചെയ്യാൻ ട്രൈ ചെയ്തവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഇതിൻ്റെ ഒരു മണി മേക്കിംഗ് ഇത് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പോൾ പടം കണ്ടിട്ട് ആൾക്കാർ നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അല്ലാതെ നമ്മൾ ഇത്ര പൈസ നമ്മൾ കളക്ട് ചെയ്തില്ലല്ലോ അങ്ങനത്തെ ഒരു ഇതില്ല. സാറ്റലൈറ്റും ഡെഫിനറ്റ്ലി ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അവർ കുറച്ചും കൂടെ ഒന്ന് നോക്കിയും കണ്ടൊക്കെ എടുക്കുന്നതെന്നൊക്കെ തോന്നുന്നു. ഒരു സമയത്ത് അവർ വരുന്ന എല്ലാം എടുക്കുമായിരുന്നു. ആക്ച്വലി സിനിമയ്ക്കും നല്ലതാണ്, നല്ല പടങ്ങൾ നമ്മൾ ഫിനാൻസ് ചെയ്യുമ്പോഴാണ് സിനിമയ്ക്കും നല്ലത്, ഇൻഡസ്ട്രിക്കും നല്ലത്, എല്ലാത്തിനും നല്ലത് നല്ല പടങ്ങൾ വരുമ്പോഴാണ്. എനിക്ക് നല്ല സിനിമകൾ ചെയ്യണം എന്നേ ഉള്ളൂ. ഫെയിമും അഫ്കോഴ്സ് ഒരു ആക്ടറിന് എപ്പോഴും ഫെയിം ആഗ്രഹിക്കും, പണം ആഗ്രഹിക്കും. പക്ഷേ അത് എൻ്റെ അങ്ങനെ ഒരു ലക്ഷ്യമൊന്നുമല്ല. വാപ്പ എൻ്റെ അടുത്ത് പണ്ട് പറഞ്ഞിട്ടുണ്ട്, നീ എന്ന് പൈസയുടെ പുറകെ പോയി തുടങ്ങുന്നു അന്ന് പൈസ നിൻ്റെ പുറകെ വന്ന് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെനിക്ക് ആക്ച്വലി വൺ ഓഫ് ദ ബെസ്റ്റ് അഡ്വൈസാണ് എനിക്ക് കിട്ടിയത്. പൈസയുടെ പുറകെ പോകുന്തോറും അതിങ്ങനെ ഓടി പോകും. അപ്പം നീ അത് നിർത്തുമ്പോൾ പൈസ നിൻ്റെ പുറകെ വന്ന് തുടങ്ങും. അപ്പോൾ പൈസ ഡെഫിനറ്റ്ലി ഈസ് നോട്ട് എ ഫാക്ടർ ഫോർ മീ. ഇപ്പം ദൈവം സഹായിച്ച് എല്ലാം ഉണ്ട്, വീടുണ്ട്. എനിക്ക് പിന്നെ വാപ്പയോട് പൈസ വയ്ക്കാനോ ഷാനോട് പൈസ വയ്ക്കാനോ എനിക്കൊരു മടിയൊന്നുമില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ തന്നെ കുറേ പൈസ സമ്പാദിക്കണം എന്നൊന്നുമില്ല. ഫെയിമും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അത് ഇപ്പോൾ തന്നെ ഉടനെ തന്നെ വേണമെന്നില്ല. എൻ്റെ പടം കണ്ട് ഇഷ്ടപ്പെട്ട് നല്ല പടങ്ങൾ ചെയ്താൽ മാത്രമേ ഇതൊക്കെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൂ.